സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതം തകർന്നുപോകാനുള്ള ഏറ്റവും വലിയ കാരണം നിങ്ങളുടെ ശത്രുക്കളല്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം നാവാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പരാജയം തുടങ്ങുന്നത് അവൻ തന്റെ ബലഹീനതകളും സ്വപ്നങ്ങളും ബന്ധങ്ങളും രഹസ്യങ്ങളും ലോകത്തോട് വിളിച്ചു പറയാൻ തുടങ്ങുമ്പോഴാണ്. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, സ്വന്തം രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവന്റെ പരാജയം ഉറപ്പാണ്. ഇന്നത്തെ ലോകത്ത് നിങ്ങളുടെ ചിരിയിൽ പോലും കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നവരും നിങ്ങളുടെ സന്തോഷത്തിൽ അസൂയപ്പെടുന്നവരുമാണുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം നശിച്ചു പോകാതിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവർക്ക് നിങ്ങളെ പിടിച്ചുകുലുക്കാനോ വീഴ്ത്താനോ കഴിയരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വരാൻ പോകുന്ന കുറച്ച് മിനിറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്ന വലിയൊരു വരമായിരിക്കും. കാരണം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഏത് സാഹചര്യത്തിലും നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് എപ്പോഴും മറച്ചുവെക്കേണ്ട 12 കാര്യങ്ങളെക്കുറിച്ചാണ്. ഇവ നിങ്ങൾ ജീവിതത്തിൽ പകർത്തിയാൽ ഒരു ശക്തിക്കും നിങ്ങളെ തടയാൻ കഴിയില്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ ഏറ്റവും വലിയ ബലഹീനത നിങ്ങൾ ഒരാളോട് പറയുന്നു. അയാൾ ചിരിച്ചുകൊണ്ട് അത് കേൾക്കുന്നു, നിങ്ങളുടെ മുന്നിൽ സുഹൃത്തായി നിൽക്കുന്നു. എന്നാൽ നിങ്ങളുടെ പുറകിൽ അതേ ബലഹീനത അയാൾ തന്റെ ഏറ്റവും വലിയ ആയുധമാക്കുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ ലോകത്തോട് പറയുന്നു. കുറച്ചുപേർ കൈയടിക്കും, എന്നാൽ ഭൂരിഭാഗം പേരും നിങ്ങളുടെ ധൈര്യം കെടുത്തും. ഇത് നിന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമല്ല എന്നവർ പറയും. ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങൾ നിങ്ങളുടെ സന്തോഷങ്ങൾ എല്ലാവരെയും കാണിക്കുന്നു. അടുത്ത നിമിഷം തന്നെ കണ്ണുകിട്ടി ആ സന്തോഷങ്ങൾ ഇല്ലാതാകുന്നു. ചാണക്യൻ പറഞ്ഞിരുന്നു, രഹസ്യം, സമ്പത്ത്, ബലഹീനത എന്നിവ വെളിപ്പെടുത്തിയാൽ മനുഷ്യനെ നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ആ 12 കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് മറച്ചുവെച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തിയായി മാറും. ഇത് വെറും വാക്കുകളല്ല, ഇത് നിങ്ങളുടെ പരിചയാണ്, ഷീൽഡ്, നിങ്ങളുടെ ജീവിതത്തിന്റെ സുരക്ഷാ കവചമാണ്. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ തീർച്ചയായും കേൾക്കുക. കാരണം ഈ 12 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചേക്കാം. ചാണക്യനീതി നമ്പർ 1: നിങ്ങളുടെ ബലഹീനതകൾ മറച്ചുവെക്കുക. സുഹൃത്തുക്കളെ, മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് അവൻ തന്റെ ബലഹീനത ലോകത്തോട് പറയുന്നതാണ്. ഇന്ന് നിങ്ങൾ ഒരാളോട് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും എന്ന് പറഞ്ഞാൽ ഓർത്തുവെച്ചോളൂ, അടുത്ത തവണ അയാൾക്ക് നിങ്ങളോട് പ്രതികാരം ചെയ്യണമെങ്കിൽ അയാൾ ആദ്യം നിങ്ങളുടെ ആ ദേഷ്യം ഇളക്കിവിടും. ചാണക്യനീതി പറയുന്നു, ബലഹീനത ഒരിക്കലും വെളിപ്പെടുത്തരുത്. കാരണം ഈ ബലഹീനതയാണ് മറ്റുള്ളവരുടെ ഏറ്റവും വലിയ ആയുധമാകുന്നത്. ഒരു ചെറിയ കഥ കേൾക്കൂ. ഒരു രാജാവ് തന്റെ സഭയിൽ വെച്ച് പറഞ്ഞു, എനിക്ക് ഇരുട്ടിനെ ഭയമാണ്. ശത്രുക്കൾക്ക് അവസരം ലഭിച്ചു. യുദ്ധത്തിന്റെ രാത്രി വന്നു. ശത്രുക്കൾ ഇരുട്ടിന്റെ സഹായം തേടി രാജാവിനെ തോൽപ്പിച്ചു. കാരണം അദ്ദേഹത്തിന്റെ ബലഹീനത അദ്ദേഹത്തിനെതിരെ തന്നെ ഉപയോഗിക്കപ്പെട്ടു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങളുടെ ബലഹീനത, അത് ഭയമാകട്ടെ, മടിയാകട്ടെ, ദേഷ്യമാകട്ടെ, അതിനെ നിങ്ങളുടെ പരിചയാക്കുക. പക്ഷേ അത് ആരോടും പറയരുത്. ഓർക്കുക, നിങ്ങളുടെ ബലഹീനത നിങ്ങളുടെ സ്വകാര്യ സ്വത്താണ്. അത് സൂക്ഷിച്ചുവെക്കുക, മറച്ചുവെക്കുക. ചാണക്യനീതി നമ്പർ 2: നിങ്ങളുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും മറച്ചുവെക്കുക. ഇന്നത്തെ കാലത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒരു ചെറിയ പുതിയ ഐഡിയ വന്നാൽ ഉടനെ സോഷ്യൽ മീഡിയയിലിടും, ഞാൻ അത് ചെയ്യാൻ പോകുന്നു, ഇത് ചെയ്യാൻ പോകുന്നു. എന്നാൽ സത്യമെന്തെന്നാൽ സ്വപ്നം സഫലമാകുന്നതുവരെ അത് വെളിപ്പെടുത്തുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. ചാണക്യൻ പറഞ്ഞിരുന്നു, പദ്ധതികൾ പൂർത്തിയാകുന്നതുവരെ രഹസ്യമായി സൂക്ഷിക്കുക. കാരണം സ്വപ്നങ്ങൾ വളരെ ലോലമാണ്. ആളുകൾ അത് തകർക്കാൻ 1000 കാര്യങ്ങൾ പറയും. എന്റെ ഒരു സുഹൃത്ത് താൻ ബിസിനസ് തുടങ്ങാൻ പോവുകയാണെന്ന് എല്ലാവരോടും പറഞ്ഞു. ബന്ധുക്കൾ പറഞ്ഞു, നിന്റെ കയ്യിൽ പണമില്ലല്ലോ. സുഹൃത്തുക്കൾ പറഞ്ഞു, നിന്നെക്കൊണ്ടതിന് കഴിയില്ല. ഫലമോ, അവൻ ബിസിനസ് തുടങ്ങിയതേയില്ല. സുഹൃത്തുക്കളെ ഓർക്കുക, സ്വപ്നങ്ങളെ ആദ്യം അധ്വാനത്തിന്റെ മണ്ണിൽ നനച്ചു വളർത്തുക. അവയുടെ വേരുകൾ ബലപ്പെടുത്തുക. മരം കായ്ക്കാൻ തുടങ്ങുമ്പോൾ മാത്രം ലോകത്തെ കാണിക്കുക. ചാണക്യനീതി നമ്പർ 3: കുടുംബത്തിലെ സ്വകാര്യ കാര്യങ്ങൾ മറച്ചുവെക്കുക. മിക്കവാറും എല്ലാ മനുഷ്യരും ചെയ്യുന്ന തെറ്റാണിത്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള വഴക്കോ സഹോദരങ്ങൾ തമ്മിലുള്ള പിണക്കമോ ആളുകൾ മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. എന്നാൽ നിങ്ങളുടെ കുടുംബകാര്യങ്ങൾ നിങ്ങൾ ലോകത്തോട് പറയുമ്പോൾ ആളുകൾ അതിൽ വിഷം കലർത്താൻ തുടങ്ങും. ചാണക്യൻ പറഞ്ഞിരുന്നു, വീട്ടിലെ കാര്യങ്ങൾ വീടിനുള്ളിൽ തന്നെ വയ്ക്കുക. എങ്കിൽ മാത്രമേ വീട് സുരക്ഷിതമായിരിക്കൂ. ഒരു സ്ത്രീ തന്റെ ഭർത്താവുമായി ഉണ്ടായ വഴക്കിന്റെ കാര്യങ്ങൾ കൂട്ടുകാരിയോട് പറയുമായിരുന്നു. കൂട്ടുകാരി തമാശരൂപേണ അത് മറ്റുള്ളവരോട് പറഞ്ഞു. നോക്കി നിൽക്കെ കോളനി മുഴുവൻ ആ വർത്തമാനം പരന്നു. ഫലമോ, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായി. സുഹൃത്തുക്കളെ ഓർക്കുക, നിങ്ങളുടെ കുടുംബമാണ് നിങ്ങളുടെ ശക്തി. അതിന്റെ കുറവുകൾ ലോകത്തെ കാണിക്കരുത്. സ്നേഹത്തിന്റെ കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക. പ്രശ്നങ്ങൾ ഒരുമിച്ചിരുന്ന് പരിഹരിക്കുക. സുഹൃത്തുക്കളെ, ഇവയായിരുന്നു ചാണക്യനീതി പറയുന്ന എപ്പോഴും മറച്ചുവെക്കേണ്ട ആദ്യത്തെ 3 കാര്യങ്ങൾ: ബലഹീനത, സ്വപ്നങ്ങൾ, കുടുംബത്തിലെ സ്വകാര്യ കാര്യങ്ങൾ. ഇവ നിങ്ങൾ ലോകത്തോട് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടാക്കും. എന്നാൽ ഇവ മറച്ചുവെച്ചാൽ അത് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയായി മാറും. ഇനി അടുത്ത ഭാഗത്ത് നമ്മൾ ഇതിലും ഗൗരവമുള്ള കാര്യങ്ങൾ സംസാരിക്കും. അത് കേൾക്കുമ്പോൾ ഇതുവരെ താൻ എത്ര തെറ്റുകളാണ് ചെയ്തിരുന്നത് എന്ന് ചിന്തിക്കാൻ നിങ്ങൾ നിർബന്ധിതരാകും.
നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ അമർത്തുക. ഈ 3 കാര്യങ്ങളിൽ ഏതാണ് നിങ്ങൾ ആദ്യം മറച്ചുവെക്കാൻ തീരുമാനിക്കുന്നതെന്ന് കമന്റിൽ പറയുക. അതേ സുഹൃത്തുക്കളെ, ഇത് വെറും തുടക്കം മാത്രമാണ്. അടുത്ത ഭാഗത്ത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ശക്തമാക്കുന്ന 4 മുതൽ 6 വരെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അത് മിസ് ചെയ്യരുത്. ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാരം അനുഭവപ്പെടുന്നത് ആളുകൾ എന്നെക്കുറിച്ച് എന്തു പറയും എന്ന് മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങുമ്പോഴാണ്. എത്രയോ ആളുകളാണ് ഈയൊരു പേടി കാരണം തങ്ങളുടെ യഥാർത്ഥ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ പോകുന്നത്. ഞാനിത് ചെയ്താൽ ആളുകൾ ചിരിക്കില്ലേ, വിമർശിക്കില്ലേ എന്ന് മനസ്സ് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ചാണക്യൻ പറയുന്നു, മറ്റുള്ളവരുടെ അഭിപ്രായത്തെ ഭയന്ന് ജീവിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും തനിക്കുവേണ്ടി ജീവിക്കാൻ കഴിയില്ല. ഓർക്കുക, നിങ്ങൾ എത്ര നല്ലവനായി മാറിയാലും ലോകം എന്തെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മുടെ ആത്മാവിന് സമാധാനം നൽകുന്ന, നമ്മുടെ ഭാവിയെ ബലപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്തുകൂടെ? ചാണക്യനീതി നമ്പർ 4. ലോകം എന്തു പറയുന്നു എന്നതിനേക്കാൾ വലുതാണ് നിങ്ങളുടെ പ്രവൃത്തി. ലോകത്തിന്റെ അഭിപ്രായം ഇന്ന് മാറിയേക്കാം, എന്നാൽ നിങ്ങളുടെ പ്രവൃത്തിയും അതിന്റെ ഫലവും എപ്പോഴും നിലനിൽക്കും. ഒന്ന് ആലോചിച്ചു നോക്കൂ, ചാണക്യൻ അന്ന് ജനങ്ങളുടെ സംസാരത്തെ ഭയന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അത്രയും ശക്തമായൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ കഴിയുമായിരുന്നോ? അദ്ദേഹം ഇന്നും നമ്മുടെ ജീവിതത്തിന് വഴികാട്ടിയാകുമായിരുന്നോ? അദ്ദേഹം വിമർശനങ്ങളെ പിന്നിലാക്കി തന്റെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് ഇന്നും അനശ്വരമായിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ലോകത്തിന്റെ വായടപ്പിക്കുക എളുപ്പമല്ല. എന്നാൽ ചാണക്യൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ്: മനുഷ്യന്റെ ഏറ്റവും വലിയ ആയുധം അവന്റെ ദൃഢനിശ്ചയമാണ്. നിങ്ങളുടെ ഉള്ളിൽ ഈ ശക്തി ഉണർന്നാൽ ആർക്കും നിങ്ങളെ തടയാൻ കഴിയില്ല. ഇനി സ്വയം ചോദിക്കുക, നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയാണോ ജീവിക്കുന്നത്, അതോ ഇപ്പോഴും ലോകത്തിന്റെ അഭിപ്രായങ്ങളുടെ ഭാരത്തിന് കീഴിലാണോ? അങ്ങനെയാണെങ്കിൽ ഇത് എഴുന്നേൽക്കാനുള്ള സമയമാണ്. കാരണം കടന്നുപോകുന്ന ഓരോ നിമിഷവും ഒരിക്കലും തിരികെ വരില്ല. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിച്ചേക്കാം. കാരണം ശത്രുക്കളുടെ മേലല്ല, സ്വന്തം മനസ്സിനെ ജയിക്കുന്നതിലാണ് യഥാർത്ഥ വിജയമെന്ന് ചാണക്യൻ പറയുന്നു. ചാണക്യനീതി നമ്പർ 5. എങ്ങനെയുള്ള കൂട്ടുകെട്ടാണോ അങ്ങനെയുള്ള ഗുണം? ചാണക്യൻ ചോദിക്കുന്നു, നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, മനുഷ്യൻ ഒറ്റയ്ക്കാകുമ്പോൾ വീഴുന്നതിനേക്കാൾ കൂടുതൽ തെറ്റായ ആളുകളുടെ കൂടെ ചേരുമ്പോഴാണ് വീണുപോകുന്നത്. കുട്ടിക്കാലം മുതൽ നമ്മുടെ അമ്മമാർ പറയാറുണ്ട്, മോശം കൂട്ടുകെട്ടിൽ പെടരുത്, അല്ലെങ്കിൽ നിന്റെ ഭാവി ഇരുളടഞ്ഞു പോകും എന്ന്. എന്നാൽ ഇന്നത്തെ കാലത്ത് ആളുകൾ ഇതിനെ നിസ്സാരമായി കാണുന്നു. ചാണക്യൻ പറയുന്നു, തെറ്റായ കൂട്ടുകെട്ട് ഏറ്റവും അപകടകരമായ വിഷമാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ 4 സുഹൃത്തുക്കൾ മടിയന്മാരാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചാൽ പോലും നിങ്ങൾക്ക് അധ്വാനിയാകാൻ കഴിയില്ല. നിങ്ങളുടെ ചുറ്റുമുള്ളവരെല്ലാം മദ്യപിക്കുന്നവരാണെങ്കിൽ ഒരു ദിവസം നിങ്ങളും നിർബന്ധിതനായി അത് ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ 4 കൂട്ടുകാർ എപ്പോഴും ഒഴിവുകഴിവുകൾ പറയുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതവും ഒഴിവുകഴിവുകൾക്ക് ബലിയാടാകും. ഒരിക്കൽ ഒരു രാജാവ് തന്റെ മകനെ ഉപദേശിക്കാൻ ഒരു ഉദാഹരണം കാണിച്ചുകൊടുത്തു. മകനോട് അങ്ങാടിയിൽ നിന്ന് ഒരു നല്ല മാങ്ങയും ഒരു ചീത്ത മാങ്ങയും കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് രണ്ടും ഒരേ കുട്ടയിൽ വെച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം നോക്കിയപ്പോൾ നല്ല മാങ്ങയും ചീത്തയായിരുന്നു. രാജാവ് പറഞ്ഞു, മകനെ, ഇതാണ് സഹവാസത്തിന്റെ ഫലം. ഈ കഥ വെറുമൊരു കഥയല്ല, ജീവിതത്തിന്റെ യഥാർത്ഥ സത്യമാണ്. നിങ്ങൾ എത്ര ശക്തനാണെങ്കിലും തെറ്റായ കൂട്ടുകെട്ട് നിങ്ങളെ സാവധാനം ഉള്ളിൽ നിന്ന് പൊള്ളയാക്കും. ഇനിയൊന്നു നിന്ന് ആലോചിക്കൂ, നിങ്ങളുടെ സമയം, ഊർജം, ലക്ഷ്യം എന്നിവ നശിപ്പിക്കുന്ന ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് അകലം പാലിക്കുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധി. ഓർക്കുക, ചാണക്യൻ പറയുന്നു, മോശം ആളുകളുടെ സഹവാസം നരകത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നു. കഠിനാധ്വാനികളായിട്ടും പലരും വിജയിക്കാത്തതിന്റെ യഥാർത്ഥ കാരണവും ഇതുതന്നെയാണ്. ഇനി ചാണക്യൻ പറഞ്ഞ മറ്റൊരു ശീലത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാൻ പോവുകയാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തിയായ ആത്മവിശ്വാസത്തെ സാവധാനം നശിപ്പിക്കുന്ന ഒന്നാണിത്. സമയത്തിന് ഈ ശീലം ഉപേക്ഷിച്ചില്ലെങ്കിൽ വിജയത്തിന്റെ എല്ലാ വാതിലുകളും നിങ്ങൾക്കു മുന്നിൽ എന്നേക്കുമായി അടഞ്ഞേക്കാം. സുഹൃത്തുക്കളെ, ജീവിതത്തിൽ ഏറ്റവും പ്രയാസകരമായ കാര്യം സ്വന്തം ഉള്ളിലെ തീയെ നിയന്ത്രിക്കുക എന്നതാണ്. ഓരോ മനുഷ്യന്റെ ഉള്ളിലും 2 തരം തീ കത്തുന്നുണ്ട്. ഒന്ന് അവനെ വിജയത്തിലേക്ക് തള്ളിവിടുന്നു, മറ്റൊന്ന് അവനെ കോപം, അസൂയ, വെറുപ്പ് എന്നിവയിലേക്ക് എറിഞ്ഞുകൊടുക്കുന്നു. ചാണക്യൻ പറഞ്ഞിരുന്നു, തീയും കോപവും ചെറുതാണെങ്കിൽ പോലും അവയോട് കളിക്കരുത്, കാരണം രണ്ടും ഒരു ദിവസം സർവ്വതും ചാമ്പലാക്കും. ഒന്ന് ചിന്തിക്കൂ, ഒരു നിമിഷത്തെ ദേഷ്യം കാരണം എത്രയോ ബന്ധങ്ങൾ തകർന്നുപോകുന്നു. എത്രയോ ആളുകൾ തങ്ങളുടെ വാശിയും അഹങ്കാരവും കാരണം തങ്ങളുടെ കരിയർ നശിപ്പിക്കുന്നു. ചാണക്യനീതി നമ്പർ 6. കോപം മണ്ടത്തരത്തിൽ തുടങ്ങി പശ്ചാത്താപത്തിൽ അവസാനിക്കുന്നു. മനസ്സിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ വിജയത്തിനു പകരം നമ്മൾ നമ്മുടെ വർത്തമാനകാലത്തെ പോലും കത്തിച്ചു കളയും എന്ന് ഈ നീതി നമ്മളെ പഠിപ്പിക്കുന്നു. ആലോചിക്കാതെ സംസാരിക്കുന്ന വ്യക്തി ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് സ്വന്തം ആളുകളെയാണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പിന്നീട് ആ വ്യക്തി തന്നെ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ടു പോകുന്നു. ഇനി ജീവിതത്തിന്റെ മറ്റൊരു വശം നോക്കൂ. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുമ്പോൾ, കോപത്തെ ക്ഷമയായി മാറ്റുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി കാണപ്പെടുന്നു. ആളുകൾ നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങുന്നു.
കാരണം സംയമനം മനുഷ്യനെ സാധാരണക്കാരിൽ നിന്ന് അസാധാരണനാക്കുന്നു. ഇതുകൊണ്ടാണ് ചാണക്യൻ രാജാവായ ചന്ദ്രഗുപ്തനെ കുട്ടിക്കാലം മുതൽ പഠിപ്പിച്ചത്. രാജാവിന്റെ ശക്തിവാളിലല്ല, മറിച്ച് അവന്റെ ക്ഷമയിലാണ്. അതുകൊണ്ടാണ് ഒരു സാധാരണ ബാലനെ അഖണ്ഡഭാരതത്തിന്റെ ചക്രവർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. ചാണക്യനീതി നമ്പർ 7. മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു അവന്റെ നിയന്ത്രണമില്ലാത്ത മനസ്സാണ്. ഇനി നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കുക. നമ്മൾ പുറത്തെ ശത്രുക്കളോട് പൊരുതും, പക്ഷേ ഉള്ളിലെ ശത്രുവിനോട് തോറ്റുപോകാറുണ്ട്. അത്യാഗ്രഹം, കോപം, അസൂയ, മടിയ ഇവയാണ് നമ്മുടെ ആത്മാവിനെ സാവധാനം കാർന്നുതിന്നുന്ന ആയുധങ്ങൾ. ഇന്ന് തന്നെ നിങ്ങൾ ഈ ശത്രുക്കളെ ജയിക്കുകയാണെങ്കിൽ ലോകത്തൊരു ശക്തിക്കും നിങ്ങളെ തടയാൻ കഴിയില്ല. കാരണം സ്വന്തം മനസ്സിന്റെ യജമാനായവന് ഈ ലോകം മുഴുവൻ സ്വന്തമാക്കാൻ കഴിയും. എന്നാൽ സുഹൃത്തുക്കളെ, സത്യമെന്തെന്നാൽ മനസ്സിനെ ജയിക്കുക എളുപ്പമല്ല. ഇത് ദിവസവും ചെയ്യേണ്ട പരിശീലനമാണ്. ഓരോ ദിവസവും യുക്തി, ക്ഷമ, സംയമനം എന്നിവയിലൂടെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ മെരുക്കണം. ആലോചിച്ചു നോക്കൂ, ഒരു സാധാരണ ബാലനായ ചന്ദ്രഗുപ്തന് തന്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിച്ച് ചാണക്യന്റെ ഉപദേശത്തിലൂടെ മുന്നേറാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയില്ല? വ്യത്യാസം ഇത്രമാത്രം. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ശത്രുവിനെ തിരിച്ചറിയണം. ഇനി ചാണക്യൻ എന്തിനാണ് നിങ്ങളുടെ രഹസ്യങ്ങൾ ഒരിക്കലും ആരുമായും പങ്കുവെക്കരുത് എന്ന് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് അറിയാൻ പോവുകയാണ്. കാരണം ഈ നീതിയാണ് നിങ്ങളെ സംരക്ഷിക്കുന്നതും മറ്റുള്ളവരെക്കാൾ നിങ്ങളെ മുന്നിലെത്തിക്കുന്നതും. സുഹൃത്തുക്കളെ, ജീവിതത്തിലെ ഏറ്റവും വലിയ കളി രഹസ്യങ്ങളുടെ കളിയാണ്. ചാണക്യൻ പറഞ്ഞിരുന്നു, സ്വന്തം രാജ്യം കയ്യിലില്ലാത്ത വ്യക്തിയുടെ ജീവിതം മറ്റുള്ളവരുടെ കളിപ്പാവയായി മാറും. ഒന്ന് ചിന്തിക്കൂ, നിങ്ങളുടെ എല്ലാ പദ്ധതികളും, എല്ലാ സ്വപ്നങ്ങളും, എല്ലാ ബലഹീനതകളും നിങ്ങൾ എല്ലാവരോടും പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ എന്ത് ബാക്കിയുണ്ടാകും? ആളുകൾ നിങ്ങളുടെ ആശയങ്ങൾ മോഷ്ടിക്കും, നിങ്ങളുടെ ബലഹീനതകളെ ആയുധമാക്കും, നിങ്ങളുടെ സ്വപ്നങ്ങളെ തകർക്കും. ഓർക്കുക, നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നുവോ അത്രത്തോളം ബഹുമാനം ലോകം നിങ്ങൾക്ക് നൽകും. എത്ര തവണ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, വലിയൊരു പ്ലാൻ സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ പറഞ്ഞുടനെ അടുത്ത ദിവസം തന്നെ ആരെങ്കിലും നെഗറ്റീവ് അഭിപ്രായം പറയുന്നത്? ഇത് വളരെ ബുദ്ധിമുട്ടാണ്. നിന്നെക്കൊണ്ട് പറ്റില്ല. പലപ്പോഴും അവരുടെ ഒരു വാക്ക് നിങ്ങളുടെ അധ്വാനത്തിന്റെ തീ കെടുത്തിക്കളയും. അതുകൊണ്ടാണ് ചാണക്യൻ മുന്നറിയിപ്പ് നൽകിയത്. ചാണക്യനീതി നമ്പർ 8. പൂർത്തിയാകുന്നതുവരെ മറച്ചുവെക്കുന്ന പദ്ധതികളെ വിജയിക്കുകയുള്ളൂ. ഇനി മറ്റൊരു വലിയ സത്യം മനസ്സിലാക്കുക. നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. എന്നാൽ നിങ്ങൾ ആരെയാണ് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് എന്ന് നിങ്ങൾ പറയാൻ തുടങ്ങിയാൽ ആളുകൾ നിങ്ങളുടെ ആ ശക്തിയെ ലക്ഷ്യം വെക്കാൻ തുടങ്ങും. ഉദാഹരണത്തിന്, അവൻ എന്റെ ഏറ്റവും വിശ്വസ്തനാണ് എന്ന് നിങ്ങൾ ഒരാളെക്കുറിച്ച് പറഞ്ഞാൽ അത് കേൾക്കുന്നവർ ആ വ്യക്തിയെക്കുറിച്ച് കുറ്റം പറയാൻ തുടങ്ങും, അയാൾക്കെതിരെ സംശയമുണ്ടാക്കും. സാവധാനം നിങ്ങളുടെ വിശ്വാസം ഇളകാൻ തുടങ്ങും. അതുകൊണ്ടാണ് ചാണക്യൻ പറഞ്ഞത്, വിശ്വാസത്തെ ലോകത്തിന്റെ കണ്ണുകളിൽ നിന്ന് അകറ്റി നിർത്തുക. കാരണം അതാണ് നിങ്ങളുടെ പരിച, അതാണ് നിങ്ങളുടെ ആയുധം. സുഹൃത്തുക്കളെ, നമ്മൾ പലപ്പോഴും മറന്നുപോകുന്ന മറ്റൊരു കാര്യം, സ്വന്തം സന്തോഷങ്ങൾ എല്ലാവരോടും പറയുന്നത്. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഓരോ ചെറിയ സന്തോഷവും ആളുകൾ അപ്പപ്പോൾ ഷെയർ ചെയ്യുന്നു. പുതിയ ജോലി കിട്ടി, ഉടനെ പോസ്റ്റ്. പുതിയ കാർ വാങ്ങി, ഉടനെ സ്റ്റോറി. എന്നാൽ ഓർക്കുക, എല്ലാ കണ്ണുകളും നിങ്ങൾക്ക് നല്ലത് ആഗ്രഹിക്കുന്നവയായിരിക്കില്ല. ചാണക്യൻ പണ്ടേ പറഞ്ഞിരുന്നു, സന്തോഷം മറച്ചുവെച്ച് ജീവിക്കുക. കാരണം കണ്ണു കിട്ടുക എന്നത് ഏറ്റവും മൂർച്ചയുള്ള അമ്പാണ്. ഇപ്പോൾ ആലോചിക്കൂ, ഈ നീതികൾ നിങ്ങൾ ജീവിതത്തിൽ പകർത്തിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തി സംരക്ഷിക്കാൻ മാത്രമല്ല, നിങ്ങളുടെ സ്വപ്നങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കാനും കഴിയും. സുഹൃത്തുക്കളെ, ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ തെറ്റുകളാണ്. എന്നാൽ യഥാർത്ഥ ബുദ്ധി നമ്മുടെ തെറ്റുകൾ എല്ലാവരുടെയും മുന്നിൽ കൊട്ടിഘോഷിക്കാതിരിക്കുന്നതാണ്. ചാണക്യൻ പറയുന്നു, സ്വന്തം ബലഹീനതകളും പരാജയങ്ങളും മറച്ചുവെക്കുന്നവനു മാത്രമേ അവയെ ശക്തിയായി മാറ്റാൻ കഴിയൂ. ഇപ്പോൾ ആലോചിച്ചു നോക്കൂ, എത്രയോ ആളുകൾ തങ്ങളുടെ ഓരോ പരാജയവും എല്ലാവരോടും വിളിച്ചു പറയുന്നു. എന്റെ ജോലി പോയി, എന്റെ ബിസിനസ് പൊളിഞ്ഞു, എന്റെ ബന്ധങ്ങൾ തകർന്നു. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? ആളുകൾ മുന്നിൽ സഹതാപം കാണിക്കും, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങളുടെ പരാജയത്തെ കളിയാക്കും. ചിലർ നിങ്ങളുടെ ബലഹീനതയെ അവരുടെ ആയുധമാക്കും. ചാണക്യനീതി നമ്പർ 9. ഇവിടെ ഗംഭീരമായ ഒരു കാര്യം മനസ്സിലാക്കുക. പരാജയത്തിന്റെ വേദന നിങ്ങൾ മാത്രം സഹിക്കേണ്ട ഒന്നാണ്. കാരണം ആ വേദനയാണ് നിങ്ങളുടെ ഉള്ളിലെ തീ. നിങ്ങളത് മറ്റുള്ളവരുടെ മുന്നിൽ കരഞ്ഞു തീർത്താൽ ആ തീ അണഞ്ഞുപോകും. എന്നാൽ അത് മറച്ചുവെച്ചാൽ ആ തീ നിങ്ങൾക്ക് ചരിത്രം സൃഷ്ടിക്കാനുള്ള ശക്തി നൽകും. ഓർക്കുക, പരാജയത്തെ ആയുധമാക്കുന്നവനാണ് യഥാർത്ഥ വിജയി. ഒരു കഥ കേൾക്കൂ. ചന്ദ്രഗുപ്തൻ ആദ്യത്തെ യുദ്ധത്തിൽ തോറ്റപ്പോൾ ലോകം മുഴുവൻ അദ്ദേഹത്തെ നോക്കി ചിരിച്ചു. ഈ പയ്യന് രാജാവാകാൻ യോഗ്യതയില്ല എന്ന് ആളുകൾ പറയാൻ തുടങ്ങി. എന്നാൽ ചാണക്യൻ അദ്ദേഹത്തെ പഠിപ്പിച്ചത് ഇതാണ്: നിന്റെ തോൽവി ആരെയും കാണിക്കരുത്, അത് നിന്റെ ഉള്ളിലെ തീയായി മാറ്റുക. ഒരു ദിവസം ആ തീ നിന്റെ ശത്രുക്കൾക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാത്ത കിരീടം നിനക്ക് നേടിത്തരും. അതുതന്നെ സംഭവിച്ചു. ആ ആദ്യത്തെ തോൽവി ചന്ദ്രഗുപ്തന്റെ ഏറ്റവും വലിയ ശക്തിയായി മാറി. കാരണം ആ പരാജയത്തെ അദ്ദേഹം ലോകത്തിൽ നിന്ന് മറച്ചുവെച്ച് സ്വന്തം ഉള്ളിലെ ഊർജ്ജമാക്കി മാറ്റി. സുഹൃത്തുക്കളെ, ഇതിൽ നിന്നുള്ള പാഠം ഇതാണ്: പരാജയങ്ങളെ രഹസ്യമാക്കുക, തെറ്റുകളിൽ നിന്ന് പഠിക്കുക.
തിരിച്ചുവരുമ്പോൾ ലോകം അത്ഭുതപ്പെടണം. ഓർക്കുക, ആളുകൾ നിങ്ങളുടെ വിജയത്തിൽ കൈയടിക്കും, പക്ഷേ പരാജയത്തിൽ ചിരിക്കും. അതുകൊണ്ട് നമ്മുടെ തോൽവിയെ നെഞ്ചിലൊളിപ്പിച്ചു വയ്ക്കുക. വിജയിക്കുന്ന ദിവസം അതിനെ ഒരു ഹീറോയെപ്പോലെ പുറത്തെടുക്കുക. ഇനി എന്തുകൊണ്ടാണ് ചാണക്യൻ കുറച്ച് സംസാരിക്കുന്നതാണ് ഏറ്റവും വലിയ ശക്തിയെന്ന് പറഞ്ഞതെന്ന് നിങ്ങൾ അറിയണം. കാരണം പലപ്പോഴും നമ്മുടെ നാവാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാകുന്നത്. ചാണക്യനീതി നമ്പർ 10. സുഹൃത്തുക്കളെ, ജീവിതത്തിലെ ഏറ്റവും അപകടകരമായ ആയുധം വാളോ തോക്കോ അല്ല. യഥാർത്ഥ ആയുധം നിങ്ങളുടെ നാവാണ്. നിങ്ങൾ പറയുന്നതാണ് നിങ്ങൾക്ക് ബന്ധങ്ങൾ ഉണ്ടാക്കിത്തരുന്നത്. അതുതന്നെയാണ് നിങ്ങൾക്ക് ശത്രുക്കളെയും ഉണ്ടാക്കിത്തരുന്നത്. അതുകൊണ്ടാണ് ചാണക്യൻ പറഞ്ഞത്, ബുദ്ധിമാൻ എപ്പോഴും കുറച്ചു മാത്രമേ സംസാരിക്കൂ. കാരണം വാക്കുകൾ ഒരിക്കൽ പുറത്തുപോയാൽ തിരിച്ചെടുക്കാൻ കഴിയില്ല. ഒന്ന് ആലോചിക്കൂ, എത്രയോ തവണ ദേഷ്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞുപോയി, പിന്നീട് ദുഃഖിച്ചിട്ടുണ്ട്. എത്രയോ തവണ നിങ്ങളുടെ പദ്ധതി, സ്വപ്നം അല്ലെങ്കിൽ രഹസ്യം നിങ്ങൾ സ്വന്തം നാവുകൊണ്ട് പറഞ്ഞുപോയി, പിന്നീട് ആ വാക്കുകൾ നിങ്ങൾക്കെതിരെ തന്നെ ഉപയോഗിക്കപ്പെട്ടു. ചാണക്യൻ പറയുന്നു, മണ്ടനെ അവന്റെ വാക്കുകൾ കൊണ്ട് തിരിച്ചറിയാം, ബുദ്ധിമാനെ അവന്റെ മൗനം കൊണ്ടും. ഇപ്പോൾ ഞാനൊരു യഥാർത്ഥ ഉദാഹരണം പറയാം. രാജാവിന്റെ സഭയിൽ ഒരു പണ്ഡിതനെയും ഒരു സാധാരണ കർഷകനെയും വിളിച്ചുവരുത്തി. രണ്ടുപേർക്കും തങ്ങളുടെ ബുദ്ധി തെളിയിക്കാൻ അവസരം നൽകുമെന്ന് രാജാവ് പറഞ്ഞു. പണ്ഡിതൻ ഒരുപാട് സംസാരിച്ചു, ശാസ്ത്രങ്ങളിലെ അറിവ് കാണിച്ചു, നീണ്ട വാദങ്ങൾ നിരത്തി. എല്ലാവർക്കും തോന്നി ഇദ്ദേഹം വലിയ പണ്ഡിതനാണെന്ന്. എന്നാൽ കർഷകൻ മൗനം പാലിച്ചു. അവൻ ഇത്രമാത്രം പറഞ്ഞു, രാജൻ, കുറഞ്ഞ വാക്കുകളിൽ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് യഥാർത്ഥ അറിവ്. രാജാവ് കർഷകന് അനുകൂലമായി വിധി നൽകി. കാരണം പണ്ഡിതൻ വാക്കുകൾ കൊണ്ട് പാണ്ഡിത്യം കാണിച്ചു, എന്നാൽ കർഷകൻ മൗനം കൊണ്ട് തന്റെ വിവേകം കാണിച്ചു. സുഹൃത്തുക്കളെ, കുറച്ച് സംസാരിക്കുന്നതിന്റെ ശക്തി ഇതാണ്. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങളുടെ എതിരാളിക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. ഓരോ തവണയും നിങ്ങളുടെ അഭിപ്രായം, രഹസ്യം, പദ്ധതി എന്നിവ എല്ലാവരുടെയും മുന്നിൽ അവതരിപ്പിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ചീട്ടുകൾ തുറന്നു കാണിക്കുകയാണ്. എന്നാൽ നിങ്ങൾ മിണ്ടാതിരുന്നാൽ നിങ്ങളുടെ അടുത്ത നീക്കം എന്താണെന്ന് ആർക്കും മനസ്സിലാകില്ല. ഓർക്കുക, മൗനം മണ്ടനെ ബുദ്ധിമാനാക്കുന്നു, അനാവശ്യ സംസാരം ബുദ്ധിമാനെ മണ്ടനായും തെളിയിക്കുന്നു. ഇനി ആഴത്തിലുള്ള ഒരു പാഠം, നിങ്ങളുടെ നാവാണ് നിങ്ങളുടെ ബന്ധങ്ങളെ തീരുമാനിക്കുന്നത്. പലരും ചെയ്യുന്ന തെറ്റാണിത്. അവർ എല്ലായിടത്തും എല്ലാവരോടും സംസാരിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ നിങ്ങൾ കുറച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഓരോ വാക്കിന്റെയും വില 100 മടങ്ങ് വർദ്ധിക്കുന്നു. ഉദാഹരണത്തിന്, നിങ്ങൾ എന്നും ഒരാളെ പുകഴ്ത്തിയാൽ അതിന് വിലയുണ്ടാവില്ല. എന്നാൽ മാസങ്ങളോളം മിണ്ടാതിരുന്ന് ഒരു ദിവസം അഭിനന്ദിച്ചാൽ ആ വാക്ക് കേൾക്കുന്നയാളുടെ മനസ്സിൽ പതിയും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, യഥാർത്ഥ ശക്തി മൗനത്തിലാണ്. യഥാർത്ഥ രഹസ്യം നിങ്ങളുടെ നാവിന്റെ തടവറയിലാണ്. കുറച്ച് സംസാരിച്ച് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുമ്പോഴാണ് യഥാർത്ഥ വിജയമുണ്ടാകുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് കുടുംബത്തിലെ പ്രശ്നങ്ങൾ എപ്പോഴും മറച്ചുവെക്കണമെന്ന് ചാണക്യൻ പറഞ്ഞത് എന്നാണ്. അല്ലെങ്കിൽ ലോകം അത് നിങ്ങൾക്കെതിരെയുള്ള ആയുധമാക്കും. ചാണക്യനീതി നമ്പർ 11. സുഹൃത്തുക്കളെ, ഒരു കാര്യം ഓർക്കുക, ലോകം നിങ്ങളുടെ സന്തോഷത്തിൽ കൈയടിക്കും, എന്നാൽ നിങ്ങളുടെ വിഷമങ്ങളിൽ അത് തമാശയാക്കും. ചാണക്യൻ പറഞ്ഞിരുന്നു, കുടുംബത്തിലെ പ്രശ്നങ്ങൾ പുറത്തറിഞ്ഞാൽ അത് വംശത്തെ മുഴുവൻ മുക്കിക്കളയും. ഒന്ന് ചിന്തിക്കൂ, എത്രയോ ആളുകൾ വീടിനുള്ളിലെ ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് പറയുന്നു. ഇപ്പോൾ വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, സഹോദരനുമായി വഴക്കായി, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നമാണ്. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? ആളുകൾ മുന്നിൽ സഹതാപം കാണിക്കും, പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ കളിയാക്കും. ചിലർ നിങ്ങളുടെ ദുഃഖത്തെ അവരുടെ ശക്തിയാക്കും. കുടുംബത്തിനുള്ളിൽ പരിഹരിക്കാൻ കഴിയുമായിരുന്ന പ്രശ്നം പുറത്തു വന്നതുകൊണ്ട് നിങ്ങൾക്കെതിരെയുള്ള ആയുധമായി മാറുന്നു. ഓർക്കുക സുഹൃത്തുക്കളെ, എല്ലാ കുടുംബത്തിലും പ്രശ്നങ്ങളുണ്ടാകും. ചിലപ്പോൾ പണത്തിന്റെ, ചിലപ്പോൾ ബന്ധങ്ങളുടെ, ചിലപ്പോൾ അഭിപ്രായങ്ങളുടെ. എന്നാൽ വിവേകമെന്നത് ഈ പ്രശ്നങ്ങളെ വീടിന്റെ വാതിലിനുള്ളിൽ തന്നെ നിർത്തുന്നതാണ്. ചാണക്യൻ പറയുമായിരുന്നു, തകർന്ന തോണി കരയിൽ വെച്ച് നന്നാക്കിയാൽ അതിന് സമുദ്രം കടക്കാൻ കഴിയും. എന്നാൽ ആ വിള്ളൽ നടുക്കടലിൽ വെച്ച് ചോരാൻ തുടങ്ങിയാൽ എല്ലാവരും അറിഞ്ഞാൽ മുങ്ങുമെന്നുറപ്പാണ്. കുടുംബവും ആ തോണി പോലെ തന്നെയാണ്. വീട്ടിലെ പ്രശ്നങ്ങൾ പുറത്തെത്തിച്ചാൽ ആളുകൾ അതിൽ കൂടുതൽ ദ്വാരങ്ങളിടും. എന്നാൽ ഉള്ളിൽ തന്നെ അത് നന്നാക്കിയാൽ ആ കുടുംബം നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയാകും. ഒരു ചെറിയ കഥ കേൾക്കൂ. ഒരു പാവപ്പെട്ട കുടുംബമുണ്ടായിരുന്നു. വീട്ടിലെപ്പോഴും പണത്തിന്റെ കാര്യത്തിൽ വഴക്കായിരുന്നു. എന്നാൽ ആ കുടുംബം ഒരിക്കലും തങ്ങളുടെ പ്രശ്നങ്ങൾ പുറത്തുള്ളവരോട് പറഞ്ഞില്ല. അവർ വീടിനുള്ളിലിരുന്ന് പരിഹാരം കണ്ടെത്തി. സാവധാനം എല്ലാവരും ചേർന്ന് അധ്വാനിച്ചു. ആ വീട് ഒരു ദിവസം ഐശ്വര്യത്തിന്റെ ഉദാഹരണമായി മാറി. അതേസമയം അതേ അയൽപ്പക്കത്ത് മറ്റൊരു കുടുംബമുണ്ടായിരുന്നു. അവർ തങ്ങളുടെ ഓരോ ബുദ്ധിമുട്ടും പുറത്തുള്ളവരോട് പറയുമായിരുന്നു. ഫലമോ? ബന്ധുക്കൾ കളിയാക്കി, അയൽക്കാർ കുത്തുവാക്കുകൾ പറഞ്ഞു. അവരുടെ പ്രശ്നങ്ങൾ ഒരിക്കലും അവസാനിച്ചില്ല. വ്യത്യാസം ഇത്രമാത്രം: ഒരു കുടുംബം തങ്ങളുടെ രഹസ്യങ്ങൾ കാത്തുസൂക്ഷിച്ചു, മറ്റേയാൾ എല്ലാം പുറത്തു പറഞ്ഞു. സുഹൃത്തുക്കളെ, പാഠം ഇതാണ്: കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഒരിക്കലും പുറത്തുകൊണ്ടുപോകരുത്. അത് വീടിനുള്ളിൽ തന്നെ തീർക്കുക. കാരണം ഈ കുടുംബമാണ് നാളെ നിങ്ങളുടെ പരിചയമായി മാറേണ്ടത്. ഇനിയൊന്ന് ആലോചിച്ചു നോക്കൂ.
ഓരോ മനുഷ്യനും ഈ നീതികൾ ജീവിതത്തിൽ പകർത്തിയാൽ അവന്റെ ജീവിതം മാത്രമല്ല അവന്റെ കുടുംബത്തിന്റെ വിധി തന്നെ തെളിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? സുഹൃത്തുക്കളെ, ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിച്ചുവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ചാണക്യന്റെ നീതികൾക്ക് ജീവിതം മാറ്റാനുള്ള ശക്തിയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് ഹൃദയപൂർവ്വം ഒരു കാര്യം അപേക്ഷിക്കുന്നു. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക. അവരുടെ ജീവിതവും മാറട്ടെ. മുന്നോട്ടുള്ള ഓരോ നീതിയും പാഠവും ആദ്യം നിങ്ങളിലെത്താൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓർക്കുക, നിങ്ങളുടെ ഈ ചെറിയ പ്രവൃത്തി നിങ്ങളുടെ മാത്രമല്ല, മറ്റൊരാളുടെ ജീവിതവും മാറ്റിമറിച്ചേക്കാം. ചാണക്യ നീതി നമ്പർ 12. സുഹൃത്തുക്കളെ, ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ വിരോധാഭാസം എന്താണെന്നറിയാമോ? ഇന്ന് മനുഷ്യൻ ദാനം ചെയ്യുന്നു, നന്മ ചെയ്യുന്നു, പുണ്യം ചെയ്യുന്നു. പക്ഷേ അവന്റെ ലക്ഷ്യം സഹായിക്കുക എന്നതല്ല, മറിച്ച് കാണിക്കുക എന്നതാണ്. എത്രയോ തവണ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കും, പക്ഷേ അതിനു മുൻപ് ക്യാമറ ഓൺ ചെയ്യും. പാവപ്പെട്ടവനെ സഹായിക്കും, പക്ഷേ കൂടെ നിന്ന് ഫോട്ടോ എടുക്കും. ചാണക്യൻ പറഞ്ഞിരുന്നു, യഥാർത്ഥ പുണ്യം രഹസ്യമായിരിക്കുന്നതാണ്. കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന പുണ്യം പാപത്തേക്കാൾ ഭാരമുള്ളതാണ്. ഒന്ന് ചിന്തിക്കൂ, നിങ്ങൾ ആരെയെങ്കിലും സഹായിക്കുകയും അത് കൊട്ടിഘോഷിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആ സഹായം യഥാർത്ഥത്തിൽ നിസ്വാർത്ഥമാണോ, അതോ അതൊരു കച്ചവടമായി മാറിയോ? ഞാൻ കൊടുത്തു, ലോകം എന്നെ മഹാൻ എന്ന് വിളിക്കണം. സുഹൃത്തുക്കളെ, പുണ്യത്തിന്റെ യഥാർത്ഥ ഫലം ലഭിക്കുന്നത് നിങ്ങളത് നിശബ്ദമായി ചെയ്യുമ്പോഴാണ്. ദാനത്തിന്റെ യഥാർത്ഥ അർത്ഥം പൂർണ്ണമാകുന്നത് കൊടുത്തയാൾ താൻ കൊടുത്തു എന്നത് മറക്കുമ്പോഴാണ്. പക്ഷേ വാങ്ങിയയാൾ തനിക്ക് ലഭിച്ചത് ഒരിക്കലും മറക്കരുത്. ഒരു കഥ കേൾക്കൂ. ഒരു ഗ്രാമത്തിൽ 2 ധനികർ ഉണ്ടായിരുന്നു. ഒന്നാമൻ ദാനം ചെയ്യുമ്പോൾ ചെണ്ടകൊട്ടി ആളുകളെ വിളിച്ച് തന്റെ ഉദാരത കാണിക്കുമായിരുന്നു. ആളുകൾ അയാളെ പുകഴ്ത്തി, പക്ഷേ അയാളുടെ ആത്മാവിന് ഒരിക്കലും സംതൃപ്തി ലഭിച്ചില്ല. രണ്ടാമത്തെയാൾ ആരോടും പറയാതെ നിശബ്ദമായി പാവങ്ങളെ സഹായിച്ചു. അയാളെക്കുറിച്ച് ആരും അറിഞ്ഞില്ല. എന്നാൽ അയാളുടെ പുണ്യത്തിന്റെ ഫലം കുടുംബത്തിൽ മുഴുവൻ കണ്ടു. ആ വീട്ടിൽ സമാധാനവും ഐശ്വര്യവും സന്തോഷവും നിലനിന്നു. ഇതാണ് പ്രകടനവും യഥാർത്ഥ പുണ്യവും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ടാണ് ചാണക്യൻ പറഞ്ഞത്, ദാനം മറച്ചുവെക്കുക, പുണ്യം രഹസ്യമാക്കുക. കാരണം ആ രഹസ്യം ഈശ്വരനിലേക്കാണ് എത്തുന്നത്, അല്ലാതെ ആളുകളുടെ കയ്യടിയിലേക്കല്ല. സുഹൃത്തുക്കളെ, ഈ അവസാനത്തെ നീതി കൂടി നിങ്ങൾ ഹൃദയം കൊണ്ട് മനസ്സിലാക്കി നടപ്പിലാക്കിയാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി സ്വകാര്യതയാണെന്ന് സീക്രസി നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളുടെ സ്വപ്നങ്ങളുടെ, പദ്ധതികളുടെ, സന്തോഷങ്ങളുടെ, പ്രശ്നങ്ങളുടെ, പരാജയങ്ങളുടെ, കൂടാതെ നിങ്ങളുടെ പുണ്യങ്ങളുടെയും സ്വകാര്യത. ഇതാണ് ചാണക്യന്റെ 12 നീതികൾ. ഇവ നിങ്ങൾ ജീവിതത്തിൽ പകർത്തിയാൽ ഒരു ശക്തിക്കും നിങ്ങളെ തകർക്കാൻ കഴിയില്ല. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് മനസ്സിലാക്കി എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മറച്ചുവെക്കേണ്ടതെന്ന്. എന്തുകൊണ്ടാണ് രഹസ്യം ശക്തിയാകുന്നത്? എന്തുകൊണ്ടാണ് സ്വകാര്യത ഏറ്റവും വലിയ ആയുധമാകുന്നത്? എന്തുകൊണ്ടാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ള ചാണക്യന്റെ നീതികൾ ഇന്നും ജീവനോടെ നിലനിൽക്കുന്നത്? ഇനി നിങ്ങളോട് അവസാനമായി ഒരു അപേക്ഷ. ഈ യാത്ര, ഈ പാഠങ്ങൾ നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ, ഈ അറിവ് നിങ്ങളുടെ ചിന്തയെ മാറ്റിമറിച്ചുവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തരുത്. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. അവരുടെ ജീവിതത്തിലും വെളിച്ചം നിറയട്ടെ. അറിവിന്റെ അടുത്ത കിരണം വരുമ്പോൾ അത് ആദ്യം നിങ്ങളിലെത്താൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓർക്കുക, നിങ്ങളുടെ ഈ ചെറിയ ചുവടുവെപ്പ് ഒരാളുടെ ഇരുണ്ട പാതയെ വെളിച്ചത്തിലേക്ക് നയിച്ചേക്കാം. അതുതന്നെയാണ് യഥാർത്ഥ പുണ്യം.